ഹലോ, നമുക്കിന്നൊരു കിടിലൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ? കുറേ നാളായിട്ട് വിചാരിക്കുക കേട്ടോ ഈ സാധനം ഒന്ന് പരീക്ഷിക്കണമെന്ന്. ഇന്ന് അതിന് ടൈം കിട്ടി. എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി എടുത്തിട്ട് അത് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാവേ. ഇവിടെ കഴിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തക്കാളി എടുത്തേ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ചെറിയ കനം കുറഞ്ഞ പീസസ് ആയിട്ട് അരിഞ്ഞു വയ്ക്കാം. വലിയ പീസസ് ആണെങ്കിൽ വഴണ്ട് വരാൻ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണേ. ശേഷം നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് നെയ്യും കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കൂടി ചേർത്തിട്ട് അത് പെട്ടെന്ന് വഴണ്ട് വരാനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുന്ന ടൈമിലേക്കും നമുക്ക് കുറച്ച് തക്കാളി അരച്ചെടുക്കാം. ഈ അരച്ച പേസ്റ്റ് ഈ നമ്മുടെ നന്നായി വഴണ്ട് വന്ന ഉള്ളിക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ശേഷം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാവും. ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സലാഡും നാരങ്ങ അച്ചാറും കൂടി ആട്ടോ എടുത്തത്. ഇത് രണ്ടും മാത്രമാണെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.